ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ PSC പരീക്ഷകളിലും അവസാനത്തെ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പിന്നെ കുറച്ച് ന്യൂമറിക്കൽ എബിലിറ്റി കണക്ക് ചെയ്യാനുള്ളതുമായിരിക്കും. അതിൽ മിക്കവർക്കും ഏറ്റവും പ്രയാസകരമായി തോന്നുന്ന ഒരു ടോപ്പിക്കാണ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. എന്നാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. ഇത് ഈ ചെയ്യുന്ന ആ രീതി ഒന്ന് മനസ്സിലാക്കി വച്ചാൽ മാത്രം മതി, ഫുൾ മാർക്ക് നമ്മൾക്ക് വാങ്ങാൻ കഴിയും. എങ്ങനെയാണ് ഇത് നമ്മൾക്ക് സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾക്ക് ഇത് 1 by 1 ആയിട്ട് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ടോപ്പിക്കൊന്ന് പറഞ്ഞു തരാം. ശ്രേണികളിൽ തന്നെ സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ എന്ന് 2 തരം ശ്രേണികളുണ്ട്. സംഖ്യകളിൽ വരുന്നതും അക്ഷരങ്ങളിൽ കൊണ്ടുവരുന്നതും 1 2 3 4 എന്ന സംഖ്യകളിൽ വരും, ABCD എന്ന അക്ഷരങ്ങളിലും വരും. അതാണ് സംഖ്യാശ്രേണികൾ അല്ലെങ്കിൽ അക്ഷരശ്രേണികൾ എന്ന് പറയുന്നത്. പിന്നെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, ചിലത് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യാനുള്ളതായിരിക്കും, ചിലത് ഡിവിഷൻസ്, ചിലത് സബ്സ്ട്രാക്ഷൻ, അഡിഷൻ ഒക്കെ ആയിരിക്കും. ചിലതാണെങ്കിൽ ഇത് പലതും കൂടി ചേർന്നുള്ള സീരീസ് ആയിരിക്കും. അതിനെയാണ് പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സൈൻ അല്ലെങ്കിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് സ്ഥാനനിർണയ പരിശോധന. ഓരോന്നും വിട്ടു ഒരു സ്ഥാനത്ത് ഏതാണ് വരേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് ഡാഷ് കാണും, ആ സ്ഥാനത്ത് ഏതാണ് വരേണ്ടത് എന്നുള്ളത് പരിശോധിക്കണം. അതുപോലെ തന്നെ സമാന ബന്ധങ്ങൾ, അനലോഗി, അതിൽ തന്നെ വേർഡ് അനലോഗി ഉണ്ട്, ആൽഫബറ്റ് അനലോഗി ഉണ്ട്, നമ്പർ അനലോഗി ഉണ്ട്. അതിൽ ആ സീരീസിൽ ഒരേ സമാനമായ ബന്ധങ്ങൾ നോക്കി നമ്മളത് ഫില്ല് ചെയ്യണം. പിന്നെ ഓഡ് മാൻ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തുക. ഒരു സീരീസിൽ കുറേ ആൽഫബറ്റ്സോ നമ്പറോ എന്തെങ്കിലുമൊക്കെ കാണും, പക്ഷെ അതിൽ നിന്ന് നമ്മൾ ആ സീരീസിൽ പെടാത്തതിനെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കുക. അതാണ് ഒറ്റയാനെ കണ്ടെത്തുക. പിന്നെ സംഖ്യാവലോകന പ്രശ്നങ്ങൾ. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ടോപ്പിക്ക് അടുത്തുള്ളതെന്ന് പറയുന്നത് കോഡിങ്ങും ഡീകോഡിങ്ങും. കോഡിങ്ങും ഡീകോഡിങ്ങും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ആൽഫബറ്റിനെ നമ്മൾ ഇപ്പോൾ എയെ നമ്മൾ 3 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ബിയെ നമ്മൾ 5 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു എങ്കിൽ വേറെ ഒന്നിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ആ രീതിയിലുള്ള കോഡിങ്ങും ഡീകോഡിങ്ങും. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നമ്പറും ആൽഫബറ്റിക്കും ഒക്കെ വെച്ച് കോഡിങ്ങും ഡീകോഡിങ്ങും വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബുക്ക് എന്ന് പറയുന്നത് ലൈബ്രറിയാണ് എങ്കിൽ വേറെ ഒരു വാക്കിന് സമാനമായത് എന്തായിരിക്കും? ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് ഈ കോഡിങ്ങും ഡീകോഡിങ്ങും എന്ന് പറയുന്നത്. പിന്നെ കുടുംബ ബന്ധങ്ങൾ, അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാളിനെ കാണിച്ചിട്ട് നമ്മൾ ഈ ആൾ എ എന്ന് പറയുന്ന ഒരാളാണെന്ന് വെച്ചോളൂ. ആ ആൾ ബിയുടെ സഹോദരൻ്റെ വൈഫാണ്, അല്ലെങ്കിൽ ബിയുടെ സഹോദരൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ എയുടെ അച്ഛൻ്റെ അമ്മായിയാണ്. ഇങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ പറഞ്ഞിട്ട് എങ്കിൽ 2 പേർ തമ്മിലുള്ള പരസ്പര ബന്ധം എന്തോന്നാണ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെൻസ് ഓഫ് ഡിറക്ഷൻ, സെൻസ് ഓഫ് ദിശാവബോധം. അതെന്ന് പറയുന്നത്, ഒരാൾ വടക്കോട്ട് പോയി ഇത്ര മീറ്റർ വടക്കോട്ട് പോയി, ഇത്ര മീറ്റർ തെക്കോട്ട് പോയി, ഇത്ര മീറ്റർ കിഴക്കോട്ട് പോയി എങ്കിൽ ഈ ഒറിജിനൽ പൊസിഷനിൽ നിന്നും എത്ര മീറ്റർ മാറി നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ക്ലോക്കിലെ സമയവും കോണളവും. ഇപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ഒരു സമയം കാണിച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്ന സമയം നമ്മൾക്കറിയാമല്ലോ. നമ്മളുടെ 9 മണി എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ 3 മണിയാണ്. ഇതുപോലെ ഇപ്പോൾ 2ൻ്റെ മിറർ ഇമേജ് വെച്ചിട്ട് എങ്ങനെ പിന്നെ ഓരോ ഈ തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ക്ലോക്കിലെ സമയവും കോണളവും വെച്ച് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും. ക്ലോക്കിലെ സമയവും പ്രതിബിംബവുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ക്ലോക്കിലെ സമയവും കോണളവും വെച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, അതും ഇതിൽ വരുന്നതാണ്. പിന്നെ കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി, ഇതെല്ലാം ഈ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്ന സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്.
നമ്മൾക്ക് അതിലാദ്യം പറഞ്ഞിട്ടുള്ള സംഖ്യാശ്രേണികൾ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. സംഖ്യാശ്രേണികൾ, ഇപ്പോൾ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, ഞാനിപ്പോൾ വായിക്കുന്നില്ല. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞ് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളാണ് സംഖ്യാശ്രേണികളെന്ന് പറയുന്നത്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സംഖ്യകൾ ഒരേ ക്രമത്തിലാണ് വർദ്ധിക്കുന്നതെങ്കിൽ ഏതെങ്കിലും സംഖ്യ കൂട്ടുന്ന രീതിയിലുള്ള ശ്രേണിയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ 15, 21, 27, 33, 39 അടുത്ത നമ്പർ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾക്കറിയാം 15, 21 തമ്മിൽ 6ൻ്റെ വ്യത്യാസമാണ്. ഓരോ ശ്രേണിയിലും 6ൻ്റെ വ്യത്യാസം വരുന്ന ഒരു ശ്രേണിയാണിത്. അപ്പോൾ അടുത്ത പദം നമ്മൾക്ക് 39 + 6 45 എന്ന് കിട്ടും. അതുപോലെ അടുത്തത് 40, 50, 70, 100, 140. ഇവിടെ നമ്മൾക്ക് കാണാം ഒരേപോലെയല്ല കൂട്ടിയിരിക്കുന്നത്. 40ഉം 50ഉം കിട്ടാൻ 10 കൂട്ടി, പിന്നെ 20 കൂട്ടി, 30 കൂട്ടി, 40 കൂട്ടി, അങ്ങനെയാണ്. അപ്പോൾ അടുത്ത പദം കാണാൻ നമ്മൾ 50 കൂട്ടും. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ആൻസർ എന്ന് പറയുന്നത്. സംഖ്യകൾക്ക് തുടക്കത്തിൽ വലിയ വർധനവും പിന്നീടുള്ള മാറ്റം അത്ര ഉയർന്ന തോതിലും അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകളുടെ വർഗമോ ഘനമോ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് കൂട്ടിയ ശ്രേണിയായിരിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണ് 15, 31, 48, 66, 85. ഇതിൽ നമ്മൾക്കറിയാം 31 എന്ന് പറയുന്നത് 15ൻ്റെ കൂടെ 16 കൂട്ടിയതാണ്. 48 എന്ന് പറയുന്നത് 31ൻ്റെ കൂടെ 17 കൂട്ടി. അപ്പോൾ ഈ ശ്രേണിയിൽ നമ്മൾക്ക് കാണാം ആദ്യം 16 കൂട്ടി, പിന്നെ 17 കൂട്ടി, പിന്നെ 18 കൂട്ടി, 19 കൂട്ടി. അപ്പോൾ അടുത്ത പദം 20 കൂട്ടിയതായിരിക്കും. അപ്പോൾ 85ൻ്റെ കൂടെ 20 കൂട്ടി 105 കിട്ടി. അതുപോലെ 2, 11, 28, 53 ഇങ്ങനെ ഒരു ശ്രേണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാം 2 എന്ന് പറഞ്ഞാൽ 1² + 1, 11 എന്ന് പറയുമ്പോൾ 3² + 2. അത് ഈ ശ്രേണിയിൽ വേറെ ഒരു തരത്തിൽ നമ്മൾക്ക് അഡിഷൻസോ ഒന്നും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ സ്ക്വയറും ക്യൂബും ഒക്കെ വെച്ച് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് 2 എന്ന് പറഞ്ഞാൽ 1² + 1, 11 എന്ന് പറഞ്ഞാൽ 3² + 2, 28 എന്ന് പറഞ്ഞാൽ 5² + 3, 53 എന്ന് പറഞ്ഞാൽ 7² + 4. അപ്പോൾ അടുത്ത പദം സ്വാഭാവികമായിട്ടും 9² + 5 ആയിരിക്കും. അപ്പോൾ 81 + 5 86 ആയിരിക്കും. അടുത്ത ഒരു ശ്രേണി -2, 4, 22, 58, 118, 118. ഇതിൻ്റെ അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും -2 നിന്ന് തുടങ്ങി ഒരു വലിയ വർധനവാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കത് സ്ക്വയറോ ക്യൂബോ ആയിരിക്കുമെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ക്യൂബിൻ്റെ ഒരു ശ്രേണിയാണ് ഈ കാണുന്നത്. ക്യൂബ് എന്ന് പറയുമ്പോൾ ഘനത്തിൻ്റെ ഒരു ശ്രേണിയാണ് ഇവിടെ കാണുന്നതെന്ന് മനസ്സിലാകും. -2 എന്ന് പറഞ്ഞാൽ 1³ - 3 ആണ് -2. അതുപോലെ 4 എന്ന് പറഞ്ഞാൽ 2³ - 4, 22 എന്ന് പറഞ്ഞാൽ 3³ - 5, 58 എന്ന് പറഞ്ഞാൽ 4³ - 6, 118 എന്ന് പറഞ്ഞാൽ 5³ - 7. അപ്പോൾ അടുത്ത് എന്തായാലും നമ്മൾക്ക് 6³ - 8 ആയിരിക്കും അടുത്ത പദം. 6³ - 8 എന്ന് പറയുമ്പോൾ 208 എന്നാണ് ആൻസർ. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സംഖ്യകൾക്ക് തുടക്കത്തിൽ ചെറിയ മാറ്റവും പിന്നീട് വൻ മാറ്റവുമാണെങ്കിൽ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്ന രീതിയിലുള്ള ശ്രേണിയായിരിക്കും. അതിന് ഉദാഹരണമാണ് 4, 8, 24, 96, 480. അതൊരു വലിയൊരു വർധനവാണ്. അപ്പോൾ അതിലാദ്യം 8 എന്ന് പറയുന്നത് 4 × 2 ആണ്. 24 എന്ന് പറയുന്നത് 8 × 3 ആണ്. 96 എന്ന് പറയുന്നത് 24 × 4 ആണ്. 480 എന്ന് പറയുന്നത് 96 × 5 ആണ്. അപ്പോൾ അടുത്ത പദം സ്വാഭാവികമായിട്ടും 480 × 6 ആയിരിക്കും.
അപ്പോൾ 2880 ആയിരിക്കും അതിന് ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ശ്രേണി മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കറക്റ്റ് ആൻസർ അത് കിട്ടും. അടുത്ത് 5, 19, 61, 187, 565. ഇതിൽ 19 എന്ന് പറയുന്നത് 5 × 3 + 4 ആണ്. 5 × 3 15, 15 + 4 19 അങ്ങനെയാണ്. 61 എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുൻപേ ഉള്ള നമ്പറായ 19 × 3 + 4. അതുപോലെ 187 എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപേ ഉള്ള നമ്പറായ 61 × 3 + 4. അടുത്തതെന്ന് പറഞ്ഞാൽ 187 × 3 + 4. അപ്പോൾ അതിനടുത്ത പദം എന്ന് പറഞ്ഞാൽ 565 × 3 + 4. അത് 1699 എന്ന് കിട്ടും. ഇതുപോലെ അടുത്ത ഒരു മെത്തേഡ്, സംഖ്യകൾ ചെറിയ രീതിയിൽ കുറയുകയോ ഒരേ ക്രമത്തിൽ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും സംഖ്യകൾ കുറയ്ക്കുന്ന രീതിയിലുള്ള ശ്രേണിയായിരിക്കും. അതിന് ഉദാഹരണം 550, 525, 475, 400. ഇതിലിപ്പോൾ നമ്മൾക്കറിയാം ആദ്യം 25 കുറച്ചു, പിന്നെ 50 കുറച്ചു, പിന്നെ 75 കുറച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് 100 കുറയും. അപ്പോൾ 400-ൽ നിന്ന് 100 കുറഞ്ഞാൽ നമ്മൾക്ക് 300 കിട്ടും. അതിന് വേറൊരു ഉദാഹരണമാണ് 325, 259, 204, 160, 127. ഇതിൽ നമ്മൾക്കറിയാം 259 എന്ന് പറഞ്ഞാൽ 325-ൽ നിന്ന് 66 കുറച്ചു. ആദ്യത്തതിൽ നിന്നും 66 കുറച്ചപ്പോൾ രണ്ടാമത്തത് കിട്ടി. രണ്ടാമത്തതിൽ നിന്നും 55 കുറച്ചപ്പോൾ മൂന്നാമത്തത് കിട്ടി. മൂന്നാമത്തതിൽ നിന്നും 44 കുറച്ചപ്പോൾ അടുത്തത് കിട്ടി. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ അടുത്തത് 33 കുറച്ചപ്പോൾ കിട്ടി. അതിനടുത്തത് നമ്മൾക്ക് 22 കുറച്ചാലായിരിക്കും അടുത്ത സംഖ്യ കിട്ടുന്നത്. അപ്പോൾ 127-ൽ നിന്നും നമ്മൾ 22 കുറയ്ക്കുമ്പോൾ 105 എന്ന് കിട്ടും. സംഖ്യകൾ വളരെ പെട്ടെന്ന് കുറയുന്ന രീതിയിലുള്ള ശ്രേണിയാണെങ്കിൽ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്ന രീതിയിലുള്ള ശ്രേണിയാണ്. അതിന് ഉദാഹരണം പറയുന്നത് ഇപ്പോൾ 729, 243, 81, 27. നമ്മൾക്ക് കണ്ടാൽ അറിയാം 729-ൽ നിന്ന് 27-ലോട്ടാകാൻ വലിയ ഒരു കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഉടനെ ഡിവിഷൻസിലോട്ട് പോകാം. 243 എന്നത് കിട്ടണമെങ്കിൽ 729-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഓരോന്നും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 243-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 81 കിട്ടും. 81-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 കിട്ടും. അപ്പോൾ 27-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. അതാണ് നമ്മളുടെ ആ ശ്രേണിയിലെ അടുത്ത സംഖ്യ. അതാണ് സംഖ്യകളുടെ വർധനവ് പ്രത്യേക ക്രമത്തിലല്ലെങ്കിൽ 2 ശ്രേണികൾ കൂടി ചേർന്നതായിരിക്കും. ഒരേപോലെ അല്ല. ഇപ്പം ചിലതിൽ +3 +3 +3 +3 എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് പോണ ഒരു ശ്രേണിയും കാണും. വേറെ അതിന് ആൾട്ടർനേറ്റ് ആയിട്ട് കാണുന്ന നമ്പർ ചിലപ്പോൾ -1 -1 -1 അങ്ങനെ പോകുന്നതായിരിക്കാം. ഇതുപോലെ ഏതെങ്കിലും 2 തരത്തിലുള്ള സംഖ്യകൾ കൂടി ചേർന്നതായിരിക്കും. അങ്ങനെ ഉള്ളതിന് ഉദാഹരണമാണ് 4, 8, 6, 12, 9, 16, 13. ഇപ്പോൾ 2 ശ്രേണികൾ കൂടിച്ചേർന്ന രൂപത്തിലാണ് ഈ ശ്രേണികൾ ഉള്ളത്. അതിൽ ആദ്യത്തെ ശ്രേണിയാണെങ്കിൽ 4, 6, 9, 13. അപ്പോൾ നമ്മൾക്കറിയാം ആദ്യം 4-ൽ നിന്ന് 6 കിട്ടാൻ 2 കൂട്ടി, 6-ൽ നിന്ന് 9 കിട്ടാൻ 3 കൂട്ടി, 9-ൽ നിന്ന് 13 കിട്ടാൻ 4 കൂട്ടി. അപ്പോൾ അതിൻ്റെ അടുത്തത് എന്തായാലും 13-ൻ്റെ കൂടെ 5 കൂട്ടുന്നതായിരിക്കും. പക്ഷെ നമ്മൾക്ക് ആ ആൾട്ടർനേറ്റിലല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ശ്രേണിയിൽ നിന്നുള്ളതിൽ നിന്ന് നമ്മൾക്കിതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അടുത്ത ശ്രേണി എന്ന് പറയുന്നത് 8, 12, 16. 8, 12, 16 എന്ന് പറയുന്നത് എല്ലാം 4 കൂട്ടിയതാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത് സ്വാഭാവികമായിട്ടും 16-ൻ്റെ ഒപ്പം 4 കൂട്ടി 20. അതായിരിക്കും നമ്മളുടെ ആൻസറിൽ വരുന്നത്. 20 ആയിരിക്കും. ഇനി അടുത്തതിൻ്റെ കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റുകളാണ് നമ്മൾക്കുള്ളത്. അത് നമ്മൾക്ക് ചെയ്ത് നോക്കാം. അതിൽ ഈ പ്രാക്ടീസ് സെറ്റിലെ ആദ്യത്തേതെന്ന് പറയുന്നത് അടുത്ത പദം കാണുക. ഈ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചോദിക്കുന്നത്. വിട്ടുപോയ ഏതെങ്കിലും ഒരു പദം തന്നിട്ട് അത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ 1, 4, 9, 16, 25, 36 ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും പൂർണ്ണവർഗങ്ങളുടെ ശ്രേണിയാണെന്ന്. 1 എന്ന് പറഞ്ഞാൽ 1², 4 എന്ന് പറഞ്ഞാൽ 2², 9 എന്ന് പറഞ്ഞാൽ 3², 16 എന്ന് പറഞ്ഞാൽ 4², 25 5².
36 6 സ്ക്വയർ. സ്വാഭാവികമായിട്ടും അടുത്തത് 7 സ്ക്വയർ ആയിരിക്കും. 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 49. അതിൽ ആൻസർ ബിയിലുള്ളതാണ്. 49 ആണ് അടുത്ത ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ 1 8 27 64 125 ഇത് നമ്മൾക്കും അറിയാം ക്യൂബുകളുടെ ശ്രേണിയാണ്. അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഇപ്പം 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 വരും, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125. അപ്പോൾ അടുത്തത് സ്വാഭാവികമായിട്ടും 6 ക്യൂബ് ആയിരിക്കും. 6 ക്യൂബ് എന്ന് പറഞ്ഞ് 216 ഓപ്ഷൻ സി ആണ് അടുത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്യൂബ് എടുത്തിട്ടാണ് ഓരോ ഡിഫറൻസും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റിലത് നമ്മൾ ക്യൂബ് എടുത്ത് തന്നെ കണ്ടുപിടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 15 30 48 69. ഇതിൽ നമ്മൾക്ക് തുടക്കത്തിൽ വലിയ വർധനവ്, പിന്നീടുള്ള മാറ്റം അത്ര ഉയർന്ന തോതിലുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും സംഖ്യകൾ കൂട്ടുന്ന രീതിയിലുള്ള ഒരു ശ്രേണി ആയിരിക്കും ഇത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ 3ൻ്റെ കൂടെ 12 കൂട്ടി, 30 എന്ന് പറഞ്ഞാൽ 15ൻ്റെ ഒപ്പം 15 കൂട്ടി, അടുത്ത് 48 എന്ന് പറഞ്ഞാൽ 30ൻ്റെ ഒപ്പം 18 കൂട്ടി. അപ്പോൾ നമ്മൾക്കറിയാമല്ലോ 12 കൂട്ടി 15 കൂട്ടി 18 കൂട്ടി, അടുത്ത 69 എന്ന് പറയുന്നത് 21 കൂട്ടിയതാണ്. 48ൻ്റെ ഒപ്പം 21 കൂട്ടി. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് മനസ്സിലാകും അടുത്ത ഒരു സംഖ്യ കിട്ടണമെങ്കിൽ 24 കൂട്ടണം. 3 3 വീതം ഉള്ള ഒരു സംഖ്യകളുടെ ഈ ഡിഫറൻസിൽ നിന്ന് 3 3 3 വീതം കൂട്ടിക്കൂട്ടി പോവുകയാണ്. 12 15 18 21 24 ഇങ്ങനെ സംഖ്യകൾ കൊണ്ട് കൂട്ടുമ്പോൾ അടുത്ത പദം നമ്മൾക്ക് കിട്ടും. അത് 93. 93 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 93. അടുത്ത് നമ്മൾക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 9 20 43 90. ഇതിൽ അടുത്ത പദമെന്ന് പറയുന്നത് സംഖ്യകൾക്ക് വലിയ മാറ്റമുള്ളതായി ഇവിടെ കാണുന്നു. തുടക്കത്തിൽ ചെറിയ സംഖ്യയാണ്, പിന്നീട് വലിയ വലിയ സംഖ്യയാണ് കാണുന്നത്. ഇതിൽ 9 എന്ന് പറയുന്നത് 4നെ, ആദ്യത്തെ അക്കമായ 4നെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ അക്കമെന്ന് പറയുന്നത് മൂന്നാമത്തെ അക്കമെന്ന് പറയുന്നത് രണ്ടാമത്തെ അക്കമായ 9നെ 2 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി, രണ്ടാമത്തെ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടി, മൂന്നാമത്തെ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടി, നാലാമത്തെ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടി. അപ്പോൾ എന്തായാലും അടുത്ത പദം കാണണമെങ്കിൽ 2 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടണം. അപ്പോൾ നമ്മൾക്ക് 90നെ 2 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടുമ്പോൾ 185 എന്ന് കിട്ടും. 185 ഓപ്ഷൻ ഡി, അതാണ് 185. നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 19 23 29 31 37. ഇതിൽ അടുത്ത സംഖ്യ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് 19 മുതലുള്ള അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയാണ് ഈ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. 19 കഴിഞ്ഞ് അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 23 പിന്നത്തെ അഭാജ്യ സംഖ്യ 29, പിന്നെ 31 37 അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ 37 കഴിഞ്ഞുള്ള അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 41. അപ്പോൾ ഓപ്ഷൻ സി 41 ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ സി 41. ഇനി നമ്മൾക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 6 12 30 90 315 എന്ന ഒരു ശ്രേണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ആദ്യം ചെറിയ മാറ്റമാണ് വന്നിരിക്കുന്നത്, പിന്നീട് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതിനാൽ ശ്രേണികൾ ഏതിൻ്റെയെങ്കിലും ഗുണിക്കുന്ന രീതിയിലുള്ള ശ്രേണി ആയിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ അക്കമായ 6 കിട്ടണമെങ്കിൽ 4നെ 1.5 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 × 1/2 1.5 അതാണ് 4 × 1.5 അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് കിട്ടണമെങ്കിൽ രണ്ടാമത്തതിനെ 2 കൊണ്ട് ഗുണിക്കണം. അടുത്ത് നാലാമത്തത് കിട്ടണമെങ്കിൽ മൂന്നാമത്തതിനെ 2.5 കൊണ്ട് ഗുണിക്കണം.
അടുത്തതിനെ 3 കൊണ്ട് ഗുണിക്കണം, പിന്നെ 3.5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തതിനെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1.5, 2, 2.5, 3, 3.5, 4 ഇങ്ങനെ ഉള്ള സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് 315നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 1260 എന്ന് കിട്ടും. 1260 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 1260. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. 240, 240, 120, 40, 10 ഈ സംഖ്യകൾ വളരെ പെട്ടെന്ന് കുറയുന്ന രീതിയിലുള്ള ശ്രേണിയാണ്. അപ്പോഴിത് ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്ന രീതിയിലുള്ളതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് 240നെ 1 കൊണ്ട് ഹരിച്ചാൽ 240 തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ സംഖ്യയായ 240നെ 2 കൊണ്ട് ഹരിച്ചാൽ 120 കിട്ടും. 120നെ 3 കൊണ്ട് ഹരിച്ചാൽ 40 കിട്ടും. അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. അപ്പോൾ അതിനെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി 2 എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. അടുത്ത നമ്മൾക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0, 2, 4, 12, 32 അതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് കാണാം ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. കാരണം സംഖ്യകൾ വളരെ വേഗത്തിൽ കൂടിക്കൂടി വരുന്നു. അപ്പോൾ നമ്മൾക്ക് 0 ഇപ്പം 4 2 8ാമത്തതിൽ 2വിനെ രണ്ടാമത്തെ സംഖ്യയായ 2വിനെ 2വിൽ നിന്ന് 4 കിട്ടണമെങ്കിൽ 2 × +2 വയ്ക്കുമ്പോൾ നമ്മൾക്ക് 4 കിട്ടും. അതുപോലെ 12 കിട്ടണമെന്നുണ്ടെങ്കിൽ 2 + 4 × 2 0 + 2 × 2 എന്ന് പറയുന്നതാണ് 4. അതുപോലെ രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും കൂടെ എടുക്കണം. 2 + 4 × 2 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നാലാമത്തെ അക്കമായ 12 കിട്ടും. അതുപോലെ 4 + 12 × 2 എന്ന് പറയുമ്പോൾ അടുത്ത സംഖ്യയായ 32 കിട്ടും. അപ്പോഴതിൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ നമ്മൾ 12 + 32 × 2 എന്നെടുക്കേണ്ടി വരും. 12 + 32 × 2 എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് അടുത്ത് 88 എന്ന് കിട്ടും. അപ്പോൾ 0 + 2, 2 + 4, 4 + 12, 12 + 32 എന്നുള്ള ആ ഒരു ക്രമത്തിലാണ് നമ്മൾക്കിതിൻ്റെ വർധന ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 12 + 32 × 2 അപ്പോൾ അത് 88. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7, 25, 61, 121, 211 അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പോയിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 7 എന്ന് പറയുന്നത് 2³ - 1 ആണ്. 7 എന്ന് പറയുന്നത് 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് 7 കിട്ടും. അതുപോലെ 25 എന്ന് പറയുന്നത് 3³ - 2 ആണ്. 25 എന്ന് പറയുന്നത് 3³ 27 ആണ്. 27 - 2 ആണ് നമ്മൾക്ക് 25 എന്ന് പറയുന്നത്. അതുപോലെ 61 എന്ന് പറയുന്നത് 4³ - 3 ആണ്. അപ്പോൾ 2³ - 1, 3³ - 2, 4³ - 3, 5³ - 4, 6³ - 5 ആ രീതിയിലാണ് ഇത് കിട്ടുന്നത്. അടുത്ത പദം സ്വാഭാവികമായിട്ടും 7³ - 6 ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5, 7, 9, 11, 14, 16, 20, 22 അങ്ങനെ ഉള്ള ശ്രേണിയാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ സംഖ്യകളുടെ വർധന ഒരു പ്രത്യേക ക്രമത്തിലല്ലാത്തതിനാൽ നമ്മൾക്ക് അത് 2 ശ്രേണികൾ കൂടിച്ചേർന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. 5, 7, 9, 11 അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വർധനവാണ്, അല്ലാതെ ഒരേ രീതിയിലുള്ളതല്ല.
അപ്പോൾ നമ്മൾക്ക് നോക്കുമ്പോൾ നമുക്ക് ആൾട്ടർനേറ്റ് സീരീസിൽ ആൾട്ടർനേറ്റ് സംഖ്യകൾ നമ്മൾക്ക് എടുക്കാം. 5, 9, 14, 20 അങ്ങനെ എടുക്കുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് 4, 5, 6, 7 ആണെന്ന് കാണാം. 5 + 4 9, 9 + 5 14, 14 + 6 20, 20 + 7 ആയിരിക്കും അടുത്ത് കിട്ടാനുള്ള നമ്മളുടെ നമ്പർ അക്കം എന്ന് പറയുന്നത്. അപ്പോൾ 20 + 7 എത്രയാണ്? 27 എന്നായിരിക്കും. അതുപോലെ അടുത്ത ശ്രേണി നോക്കുകയാണെങ്കിൽ 7 + 11 7ൽ നിന്ന് 11 കിട്ടണമെങ്കിൽ 7 + 4 11, 11 + 5 16, 16 + 6 22. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടുപിടിക്കേണ്ട. മുകളിൽ ആദ്യത്തെ സീരീസിൻ്റെ ഇതിൽ നിന്ന് നമ്മൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നിങ്ങൾക്ക് പദങ്ങൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ളത്.